ഹായ് കൂട്ടുകാരെ, ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പടവലങ്ങ വെച്ചിട്ടുള്ള ഒഴിച്ചുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അതിൽ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. വെളിച്ചെണ്ണ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലായാലും ചെയ്യാം കേട്ടോ, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണയിൽ ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള പടവലങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ പടവലങ്ങയുടെ പുറംതൊലി ചുരണ്ടി കളയണം, അതുപോലെ ഉള്ളിലുള്ള ആ കുരുവിൻ്റെ ഭാഗവും നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് വേണം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള പടവലങ്ങ ചേർത്ത് കൊടുത്തു. വളരെ കനം കുറച്ച് അരിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി, പിന്നെ ഓരോരുത്തർ എരിവിനനുസരിച്ച് പച്ചമുളക് നടുക്കി കീറിയതും. അപ്പോൾ ഞാൻ ഒരു 3 പച്ചമുളക് നടുക്കി കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. അപ്പോൾ സവാള ഞാൻ ഒരു മീഡിയം സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ സവാളയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് പകുതി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതും വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. എണ്ണയിൽ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ ചൂടാക്കി എടുത്തു. ഇനി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിനായിട്ട്, എങ്കിലും ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ആ പൊടികളെല്ലാം നന്നായിട്ട് നമ്മുടെ പടവലങ്ങയുടെയൊക്കെ കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഏകദേശം ഉപ്പത്തിന് നിൽക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ആ പടവലങ്ങ നല്ല പോലെ ഒന്ന് കുക്കാവുന്നവരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്ന അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നാളികേരം ചിരകിയതും ചുവന്നുള്ളിയും അല്പം വെള്ളവും ചേർത്ത് മിക്സിയിൽ ചെറിയ ഗ്രൈൻഡറിലിട്ട് നല്ലതുപോലെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നാളികേരം അരച്ചെടുത്തു. ഇനി പടവലങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പടവലങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളവും കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നാളികേരം അരച്ചത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നാളികേരം നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ അരച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്ത് ആ കറിയുമായിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറി നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല ചാറ് പരുവത്തിന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. കറി താളിക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചുവന്നുള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് നല്ല ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. തീ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകില്ല കേട്ടോ. ഇനി ആ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, ഒഴിച്ചു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you. Thanks for watching.